പുതിയ ഉടമസ്ഥന് വിൽക്കാൻ ട്രംപ് ടിക്ടോക്കിന് വീണ്ടും സമയം നീട്ടി നൽകിയിരിക്കുന്നു. പ്രതികരിക്കാതെ ചൈനീസ് കമ്പനി. ചൈനയ്ക്ക് പുറത്തുള്ള ഒരു കമ്പനിക്ക് വിൽക്കാൻ ടിക്ടോക്കിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ചിരിക്കുന്ന സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കുറച്ച് സമയം കൂടി കൂട്ടി നൽകുന്നത്. ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ അമേരിക്കയിലെ പ്രവർത്തനം തുടരാൻ കഴിയില്ലെന്നാണ് US അധികൃതർ ടിക്ടോക്കിന്റെ മാതൃ കമ്പനിയായ ബൈറ്റ് ഡാൻസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ടിക്ടോക്കിന്റെ ഉടമസ്ഥാവകാശം കുറഞ്ഞത് ഒരു 50% അമേരിക്കൻ കമ്പനിക്ക് കൈമാറാൻ ചൈന തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം നിരോധനം കർശനമായി ഏർപ്പെടുത്തുമെന്നും അമേരിക്ക നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഒന്നിലധികം പുതിയ നിക്ഷേപകരെ ഉൾപ്പെടുത്തി അമേരിക്കയിൽ ടിക്ടോക്കിന്റെ പ്രവർത്തനം അടച്ചുപൂട്ടുന്നത് തടയാനുള്ള മാർഗങ്ങൾ തേടാനാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഈ നിർദ്ദേശത്തോട് ടിക്ടോക്ക് ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ടിക്ടോക്കിനെ രക്ഷിക്കാനുള്ള കരാറിൽ ഏർപ്പെടാൻ ഭരണകൂടം വളരെയധികം കഠിനാധ്വാനം ചെയ്തു വരികയാണ്. ഞങ്ങൾ വളരെയധികം പുരോഗതി കൈവരിച്ചു. ടിക്ടോക്ക് വിൽക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ട്രംപ് തന്റെ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. ഈ ഇടപാടിന് കൂടുതൽ ജോലികൾ ബാക്കിയുണ്ടെന്നും അതുകൊണ്ട് ടിക്ടോക്ക് 75 ദിവസത്തേക്ക് കൂടി പ്രവർത്തിപ്പിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിടുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. വിഷയത്തിൽ ഒരു പരിഹാരത്തിനായി US സർക്കാരുമായി ചർച്ചകൾ നടത്തി വരികയാണെന്ന് ബൈറ്റ് ഡാൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു കരാറും നടപ്പാക്കിയിട്ടില്ലെന്നും ചൈനീസ് നിയമത്തിന് വിധേയമായിട്ടായിരിക്കും തീരുമാനമെന്നും കമ്പനി കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ യുവതലമുറയ്ക്കിടയിൽ ഏറെ ജനപ്രീതിയുള്ള ആപ്പാണ് ടിക്ടോക്ക് എന്ന് പറയുന്നത്. 170 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് അമേരിക്കയിൽ മാത്രം ടിക്ടോക്കിനുള്ളത്. ഈ ജനപ്രീതി തന്നെയാണ് ടിക്ടോക്കിന് വിനയായത് എന്ന് വേണം കരുതാൻ. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷം പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടിക്ടോക്ക് വിൽപ്പനയ്ക്കുള്ള നീക്കങ്ങൾ അന്നത്തെ ബൈഡൻ ഭരണകൂടം ആരംഭിച്ചത്. അതേസമയം ടിക്ടോക്ക് വാദിക്കുന്നത് US പൗരന്മാർക്ക് വിദേശ മാധ്യമങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നാണ്. അതിനിടെ ടിക്ടോക്ക് അമേരിക്കയ്ക്ക് വിൽക്കാൻ തയ്യാറായാൽ ചൈനയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയിട്ടുള്ള താരിഫ് കുറയ്ക്കാമെന്ന വാഗ്ദാനവും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തോടെ ടിക്ടോക്കിന് ഇപ്പോൾ നൽകിയ സമയപരിധി ജൂൺ 19 അവസാനിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നത്തിന്റെ ആധിപത്യത്തിന് നൽകിയ ഒരു തിരിച്ചടിയായിട്ടും വേണം ഇതിനെ കരുതാൻ. അമേരിക്കൻ സമൂഹ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈനീസ് ഉൽപ്പന്നമായ ടിക്ടോക്ക് അതിവേഗം വളരുന്നതിൽ അമേരിക്കയിലെ ജനപ്രതിനിധികൾക്കിടയിൽ എതിർപ്പ് വളരെ ശക്തമായിരുന്നു. അമേരിക്കയും ചൈനയും തമ്മിൽ നയതന്ത്ര ബന്ധം വഷളായി നിൽക്കുന്ന സാഹചര്യം കൂടിയായിരുന്നു അത്. അതിനാൽ അമേരിക്കയിലെ യുവതലമുറകൾക്കിടയിൽ ഒരു ചൈനീസ് കമ്പനി ആധിപത്യം നേടുന്നത് ഭാവിയിലെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന നിരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്ന വാദമാണ് പ്രധാനമായും US കോൺഗ്രസ് ടിക്ടോക്കിനെതിരെ ഉയർത്തുന്നത്. ചൈനീസ് ഭരണകൂടത്തിന്റെ താൽപര്യങ്ങൾ നടപ്പാക്കാൻ ടിക്ടോക്കിനെ ഉപയോഗിച്ചേക്കാമെന്നും US ഭരണകൂടം ആശങ്കപ്പെട്ടു. യുവാക്കളുടെ മാനസികാരോഗ്യത്തെയും ടിക്ടോക്ക് ബാധിക്കുന്നതായുള്ള ആശങ്കകൾ വ്യാപകമായി ഉയർന്നിരുന്നു. യുവാക്കൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തങ്ങളുടെ ശേഷി വിനിയോഗിക്കേണ്ടതിന് പകരം കൂടുതൽ സമയം ടിക്ടോക്കിൽ ചെലവഴിക്കുന്നുവെന്നും അവരിൽ കുറ്റവാസനകൾ വർദ്ധിക്കുന്നുവെന്നും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. അമേരിക്കയിൽ ആ സമയത്ത് നടന്ന കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളുടെ പ്രചോദനം ടിക്ടോക്ക് ആണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ടിക്ടോക്കിന്റെ നിരോധനമെന്ന ആവശ്യത്തിന് മൂർച്ച കൂട്ടുകയാണ്. ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തി 2024 ഏപ്രിലാണ് ജോ ബൈഡൻ സർക്കാർ ഫെഡറൽ നിയമം പാസാക്കിയത്. പുതിയ നിയമം അനുസരിച്ച് 9 മാസമാണ് ടിക്ടോക്കിന് സമയം അനുവദിച്ചത്. ഈ സമയപരിധിക്കുള്ളിൽ ടിക്ടോക്കിനെ ഒരു US കമ്പനിക്ക് വിൽക്കണം. ഈ നിർദ്ദേശം അനുസരിച്ചാൽ ടിക്ടോക്കിന് US-ൽ സേവനം തുടരാം. എന്നാൽ അതിന് തയ്യാറായില്ലെങ്കിൽ നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്നു മുതലാണോ അന്നു മുതൽ ടിക്ടോക്ക് നിരോധിക്കപ്പെടും. എന്നാൽ ബൈറ്റ് ഡാൻസോ ചൈനീസ് ഭരണകൂടമോ ഈ നിർദ്ദേശം അനുസരിച്ചില്ല. നിയമത്തിനെതിരെ ചൈനീസ് കമ്പനി US സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അനുകൂല നിലപാടെടുത്തില്ല. ഇതോടെയാണ് ടിക്ടോക്കിന്റെ സേവനം തുടരുന്നത് നിലച്ചത്. ഈ വർഷം ജനുവരി 18 ടിക്ടോക്ക് അമേരിക്കയിൽ ഔദ്യോഗികമായി സേവനം അവസാനിപ്പിച്ചത്. പിന്നാലെ ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ നിരാശരാക്കി ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് ടിക്ടോക്ക് അപ്രത്യക്ഷമാകുകയും ചെയ്തു. അതേസമയം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയത് ടിക്ടോക്കിന് താൽക്കാലികമായി ഗുണം ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ടിക്ടോക്ക് നിരോധനം നീട്ടിവെക്കുന്നത്. ഇതോടെ ബൈഡൻ സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ട ടിക്ടോക്ക് അമേരിക്കയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. നിരോധനം നടപ്പാക്കാനുള്ള സമയപരിധി
75 ദിവസത്തേക്ക് നീട്ടി നൽകിയതിനോടൊപ്പം പുതിയ നിബന്ധനയും മുന്നോട്ട് വെച്ചു. ചൈനീസ് കമ്പനിയായ ബൈഡാൻസുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാൽ നിരോധനം ഒഴിവാക്കാമെന്നാണ് ബൈഡൻ സർക്കാർ ആവശ്യപ്പെട്ടതെങ്കിൽ ട്രംപ് ആവശ്യപ്പെടുന്നത് കമ്പനിയുടെ പകുതി അവകാശമാണ്. ടിക്ടോക്കിന്റെ 50% ഓഹരി കൈമാറാനാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. പൂർണ്ണമായും ചൈനീസ് ഉൽപ്പന്നത്തിന്റെ വളർച്ചയ്ക്ക് തടയിടുന്നതിന് ഒപ്പം ആപ്പിന് മേൽ അമേരിക്കയ്ക്ക് നേരിട്ട് നിരീക്ഷണം സാധ്യമാകുന്ന രീതിയിലാണ് ട്രംപ് ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ചൈനീസ് സർക്കാർ ഈ നീക്കത്തിന് അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിൽ മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ. അല്ലാത്തപക്ഷം കമ്പനിക്കെതിരെ കടുത്ത നടപടിക്ക് ട്രംപ് ഒരുങ്ങും. കഴിഞ്ഞ വർഷം കോൺഗ്രസ് പാസാക്കിയ നിയമമനുസരിച്ച് ടിക്ടോക്ക് മാത്രമല്ല ചൈനയുടെ മറ്റ് ഏത് ആപ്പിനെയും നിരോധിക്കാനുള്ള അധികാരം ഇപ്പോൾ US സർക്കാരിനുണ്ട്. അതേസമയം കമ്പനികൾ സ്വതന്ത്രമായി തീരുമാനമെടുക്കട്ടെ എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചത്. അതിനിടെ ടിക്ടോക്കിനെ രക്ഷിക്കാൻ അവസാന നിമിഷം ടെസ്ല എക്സ് മേധാവിയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് മുന്നോട്ട് വരണമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ പിന്നീടുണ്ടായില്ല. ടിക്ടോക്കിനെ സ്വന്തമാക്കാൻ US-ലെ വമ്പൻ കമ്പനികൾ മത്സരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇ-കൊമേഴ്സ് വെബ്സൈറ്റായ ആമസോൺ, സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായ ഒറാക്കിൾ, ബ്ലാക്ക് സ്റ്റാർ ഗ്രൂപ്പ്, പ്രൊജക്ട് ലിബർട്ടി എന്നിവ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. ടിക്ടോക്ക് ഇടപാടിൽ താൽപ്പര്യമുള്ള 4 വ്യത്യസ്ത ഗ്രൂപ്പുകളായി ട്രംപ് ഭരണകൂടം ബന്ധപ്പെട്ടെങ്കിലും അവയുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. ടിക്ടോക്ക് വിൽപ്പനയ്ക്കുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് നേതൃത്വം നൽകുന്നത്. ടിക്ടോക്കിന്റെ കാര്യം അനിശ്ചിതാവസ്ഥയിൽ തുടരുന്നതിനാൽ അമേരിക്കയിൽ നിരവധി പേരാണ് ബദൽ ചൈനീസ് സോഷ്യൽ മീഡിയ ആപ്പായ റെഡ് നോട്ടിലേക്ക് മാറുന്നത്. ആപ്പിളിന്റെ US ആപ്പ് സ്റ്റോറിലും ഏറ്റവും കൂടുതൽ പേർ ഡൗൺലോഡ് ചെയ്തത് റെഡ് നോട്ട് ആണ്.